വഴിയെന്ന് പറഞ്ഞത് എന്താ? വഴി എന്ന് പറയണത് സിദ്ധാന്തമാണ്. വഴിയെന്ന് പറഞ്ഞത് ഇപ്പോൾ ഓരോ സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്നില്ലേ, അതിനാദ്യം എന്താ? ഇപ്പോൾ ഒരു വീട് വെക്കണമെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം സ്കെച്ചും പ്ലാനും ഉണ്ടാക്കും. ആ സ്കെച്ചും പ്ലാനുമാണ് വഴിയെന്ന് പറയണത്. എല്ലാത്തിനെക്കുറിച്ച് സ്കെച്ച് പ്ലാന്. നമ്മൾ ഒരു കട ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ നമ്മളത് ഉടനെ അതിൻ്റെ വഴി എന്താണ്? ലോൺ എടുക്കാൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം കോട്ടയത്തു നിന്നൊരു ചേട്ടൻ വന്ന് സാക്ഷ്യം പറഞ്ഞു. അദ്ദേഹത്തിന് 10 മരങ്ങളുണ്ട്. എന്ത് മരങ്ങളാണെന്ന് അറിയത്തില്ല. കോട്ടയം സൈഡൊക്കെ ഇവിടെ ആലപ്പുഴ മരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്യമരമെന്നാണ് പണ്ട് ഉദ്ദേശിച്ചിരുന്നത്. കോട്ടയത്തെ മരങ്ങളെന്ന് പറയുമ്പോൾ ഈ പ്ലാവാണോ തേക്കാണോ ഈട്ടിയാണോ എന്നറിയത്തില്ല. 10 മരങ്ങൾ അദ്ദേഹത്തിന് വിൽക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആരും ആ മരങ്ങളൊന്നും എടുക്കുന്നില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ മരം വിൽക്കുക എന്നുള്ള പ്രോജക്റ്റ് അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് ഉടമ്പടി വന്നപ്പോൾ മരങ്ങൾ വിറ്റ് തരാൻ വേണ്ടി എഴുതി വെച്ചു. അപ്പോൾ വല്ല യുക്തിവാദം, ഇപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, ഞാൻ യുക്തിപരമായിട്ടാണ് ആ വിഷയത്തെ എടുത്തതെന്ന്. അങ്ങനെ ഒരു ചേച്ചി സാക്ഷ്യം പറയാം, വാക്ക് ഉപയോഗിച്ചായിരുന്നു, ഞാൻ യുക്തിപരമായിട്ടാണ് ആ വിഷയത്തെ എടുത്തതെന്ന്. അതുപോലെ യുക്തിവാദം എടുക്കുന്നവർ ചോദിക്കുവേ, ഇപ്പോൾ മാതാവ് ഇപ്പോൾ മരക്കച്ചവടം തുടങ്ങിയാന്ന് ചോദിക്കും ഇല്ലേ? ആ വിണ്ണന്മാരൊക്കെ ഒരു കാലത്തും ഈ ഭൂമി വെച്ച് ദൈവത്തെ അനുഭവിക്കത്തില്ല. എന്താ കാര്യം അറിയാവാ? ഇങ്ങനെ ദൈവത്തെ അനുഭവിക്കുന്ന ആദ്യം വേണ്ടത് സിമ്പിൾ ഫെയ്ത്താണ്, നിഷ്കളങ്കമായ വിശ്വാസം. എന്തെല്ലാം നിഷ്കളങ്കമായ വിശ്വാസത്തിൻ്റെ പിന്നിൽ നിങ്ങളോർക്കും ശുദ്ധഗതിയാണെന്ന്. നിഷ്കളങ്കമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ ശുദ്ധഗതിയല്ല. നിഷ്കളങ്കമായ വിശ്വാസം എന്ന് പറഞ്ഞത് നിഷ്കളങ്കമായ സ്നേഹമാണ്. ഇപ്പോൾ മാവ് പൂത്തെന്നും ചക്ക കായ്ച്ചെന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ സാക്ഷ്യം പറഞ്ഞില്ലേ, അത് ചില ആൾക്കാർക്ക് ചിരിക്കും, ഈ പെണ്ണിൻ്റെ വട്ടാളാണ്. യുക്തിപരമായിട്ട് കാര്യങ്ങൾ എടുക്കുന്നവർക്ക് അങ്ങനെ തോന്നും. പക്ഷേ ദൈവത്തിരുസന്നിധി വരണത് നമ്മളെ ശുദ്ധന്മാരെന്നാണ് ചില ആൾക്കാർ വിളിക്കണത്. നമ്മുടെ ശുദ്ധത എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിൻ്റെ സ്നേഹത്തിലുള്ള ആശ്രയമാണ്, നിഷ്കളങ്കമായ സ്നേഹമാണ് അവിടെ. എൻ്റെ മക്കളെപ്പോഴും വിചാരിക്കേണ്ടത് നിഷ്കളങ്കമായ സ്നേഹമാണെങ്കിൽ ദൈവം പിന്നെ മുമ്പോട്ട് ചലിക്കത്തില്ല, നിൻ്റെ കാര്യം നിറവേറ്റി തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, ദൈവമേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പം ചില ബ്രദർമാരൊക്കെ സെമിനാരി പോയിട്ട് ചാടി വീട്ടിൽ വന്ന് നിൽക്കണില്ലേ? സെമിനാരി പോയിട്ട് 5 കൊല്ലം 4 കൊല്ലം കഴിയുമ്പോൾ അവിടെ നിന്ന് ചാടി വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ അമ്മമാർ എൻ്റെ അടുത്ത് വരും, എൻ്റെ ഇവന് ഇപ്പം പണ്ടത്തെ എൻ്റെ പകുതി വിശ്വാസമില്ല, ഇവൻ എന്നാ സെമിനാരി കൊണ്ടുവച്ച് കാണിച്ചതെന്ന്. ഞാൻ പറഞ്ഞു, ഇവനെ ഫിലോസഫിയൊക്കെ പഠിപ്പിച്ചാണ് ഇങ്ങ് പരുവത്തിലാക്കിയത്. അമ്മയുടെ നിഷ്കളങ്കമായി ഇപ്പം ഞാനിപ്പോഴും കീപ്പ് ചെയ്യണത് എൻ്റെ അപ്പൻ്റെ നിഷ്കളങ്കമായ സ്നേഹമാണ് ദൈവത്തോടുള്ള കാര്യം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയതാണ്. നമുക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടിയ അപ്പൻ്റെ നിഷ്കളങ്കമായ സ്നേഹമുണ്ട്, അമ്മയുടെ നിഷ്കളങ്കമായ വിശ്വാസമുണ്ട്. അതിനേക്കാൾ വലുതൊന്നും ഇനി ആർക്കും പഠിപ്പിക്കാനില്ല. അത് കൈമോശം വന്ന എന്നേക്കുമായി പോയതാണ്. റീസൺ എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വർത്തമാനമൊക്കെ വായിക്കൊള്ളാത്ത പറയുമെങ്കിലും കർത്താവിന് ഇറങ്ങി വരണമെന്നുണ്ടെങ്കിൽ നിഷ്കളങ്കമായ സ്നേഹം വേണം. യുക്തിയിൽ നിന്നല്ല നമ്മൾ വിശ്വാസത്തിലേക്ക് വരണത്, സ്നേഹത്തിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് വരണത്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അതിശക്തമായി കർത്താവേ, അടിയുറച്ച ദൈവവിശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവത്തെ വിശ്വസിച്ച് മുന്നേറാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കിട്ടിയ വിശ്വാസം പരിപോഷിപ്പിക്കാൻ, മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച വിശ്വാസത്തെ കർത്താവെ പരിപോഷിപ്പിക്കണമേ, ഊർജിതപ്പെടുത്തണമേ. ഒരു കൈ നെഞ്ചത്ത് വെച്ച് ഒരു കൈ കർത്താവിനോട് നീട്ടി ഒന്ന് പ്രാർത്ഥിച്ച് അച്ഛനോട് ചേർന്ന്, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ,
നിഷ്കളങ്കമായ സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. കർത്താവേ, എന്നിൽ സ്നേഹം വർദ്ധിപ്പിക്കണമേ. ഞാൻ അങ്ങയെ അറിയേണ്ടതുപോലെ അറിയട്ടെ. മക്കളെ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നീ നടക്കേണ്ട വഴി ഞാൻ നിന്റെ മുഖത്ത് നോക്കി ഉപദേശിക്കാമെന്ന് പറഞ്ഞില്ലേ? സങ്കീർത്തനം 32:8. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വായിച്ചതാണ് പുറപ്പാട് 33:13. നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇപ്പോൾ വിഷയമെന്ന് പറയുന്നത് വഴികളും ദൈവം വിഷയങ്ങളെ രണ്ടായിട്ടാണ് കാണുന്നത്. തിയറിയും പ്രാക്ടിക്കലും, വഴികളും പ്രവർത്തികളും. ഇപ്പം മോശയോട് പറയുമ്പോൾ ദൈവമായ കർത്താവ് മോശയ്ക്ക് ഒന്ന് പറഞ്ഞ്, മോശയ്ക്ക് തൻ്റെ വഴികളും ഇസ്രയേൽ ജനത്തിന് തൻ്റെ പ്രവർത്തികളും വെളിപ്പെടുത്തി. ഇപ്പം രണ്ട് കാര്യം അല്ലേ? ഇസ്രയേൽ ജനത്തിന് എന്നാ വെളിപ്പെടുത്തിയത്? പ്രവർത്തികൾ, പ്രയോഗങ്ങൾ. മോശയ്ക്ക് എന്നാ വെളിപ്പെടുത്തിയത്? വഴികൾ, സിദ്ധാന്തങ്ങൾ. ഇല്ലേ? പക്ഷെ ഇത് രണ്ടും ദൈവത്തിലുണ്ട്. ഇപ്പം സങ്കീർത്തനം 103:7 ദൈവമായ കർത്താവ് ഏറ്റു പറഞ്ഞു, മോശയ്ക്ക് തൻ്റെ വഴികളും ഇസ്രായേൽ ജനത്തിന് തൻ്റെ പ്രവർത്തികളും വെളിപ്പെടുത്തി. പക്ഷേ ഏറ്റവും ആധ്യാത്മികമായ ആരോഗ്യം എന്താണെന്നറിയാവോ? രണ്ടും ഒരാൾക്ക് തന്നെ വെളിപ്പെടുത്തുന്നതാണ്. പറഞ്ഞ മനസ്സിലായോ? ഇപ്പോഴേ രണ്ടും ഒരാൾക്ക് തന്നെ വെളിപ്പെടുത്തുക എന്ന് വെച്ചാൽ വഴികളും ഒരാൾക്ക് കൊടുക്കും, പ്രവർത്തികളും ഒരാൾക്ക് തന്നെ വെളിപ്പെടുത്തും. അതാണ് ഏറ്റവും ആരോഗ്യമായ വഴികൾ. ക്രിസ്തുവിൽ രണ്ടും ഒരുമിച്ചുള്ളതാണ്. ഇപ്പം ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. ഒന്ന് പറഞ്ഞ്, ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. ഞാൻ എന്താ ഇങ്ങനെ പറഞ്ഞത്? ഇപ്പം ഇത് 1 കൊറിന്ത്യൻസ് 1:24 തിരുവചനം. 1 കൊറിന്ത്യൻസ് 1:24. 1 കൊറിന്ത്യൻസ് 1:24 ദൈവത്തിൻ്റെ ജ്ഞാനവും പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ വഴി ഇല്ലേ? ദൈവത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രവർത്തികൾ. കർത്താവിൻ്റെ പ്രവർത്തികളിലൂടെയാണ് കർത്താവിൻ്റെ ശക്തി വെളിപ്പെട്ടത്. ക്ലിയർ അല്ലേ? ലൂക്ക 8:45 അനുസരിച്ച് കൊണ്ട് കർത്താവിൻ്റെ വീര്യപ്രവർത്തികളിലൂടെയാണ് ആരാണ് എന്നെ സ്പർശിച്ചത്, എന്നിൽ നിന്ന് ശക്തി നിർഗളിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവിന് ശക്തി വെളിപ്പെട്ടത് എങ്ങനെയാണ്? പ്രവർത്തികളിലൂടെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പറയണത് ദൈവത്തിൻ്റെ വഴികളാണ്, അഥവാ സിദ്ധാന്തമാണ്, അഥവാ പ്ലാനാണ്. ദൈവത്തിൻ്റെ പ്രവർത്തികളെന്ന് പറയണത് ആ ജ്ഞാനത്തിൻ്റെ വെളിപാടാണ്. തിയറിയും പ്രാക്ടിക്കലും ഒരാളുടെ തന്നെയാണെന്നാണ്. എൻ്റെ പേര് ഡെൽഫി സെബാസ്റ്റ്യൻ, തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ജൂൺ മാസമാണ്. ഞാനിവിടെ ഉടമ്പടി എടുക്കാനുണ്ടായത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിരന്തരമായി യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കുമായിരുന്നു. എനിക്ക് സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടെ ഒത്തിരി ഈശോയോട് അറ്റാച്ചായിട്ട് എനിക്ക് തോന്നുമായിരുന്നു. എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞാൻ ഒരിക്കലും ഒരു സിനിമാ പാട്ടോ ലൗകികമായ ഒരു കാര്യങ്ങൾ ഞാൻ കാണുകയോ കേൾക്കുകയോ ചെയ്യില്ല. അപ്പോൾ എനിക്ക് ഈ യൂട്യൂബിൽ സാക്ഷ്യം കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം തോന്നുമായിരുന്നു. കാരണം വെച്ചാൽ എനിക്ക് ഒത്തിരി വേദനകളുണ്ട്, എനിക്ക് അസുഖങ്ങളുണ്ട്, ഞാൻ സാമ്പത്തികമായി പ്രശ്നങ്ങളുണ്ട്, വീടില്ലാത്ത അവസ്ഥയുണ്ട്. എന്നിരുന്നാലും എനിക്ക് മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ വലിയ സങ്കടമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഓൺലൈൻ ഉടമ്പടിയൊക്കെ എടുക്കുന്ന ആ സമയത്ത് കൊറോണ ടൈം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതാണ്. പിന്നീട് ഞാൻ സൺഡേ സ്കൂളിൽ അധ്യാപികയാണ്. എനിക്ക്
ആദ്യമായി ഞാൻ 4th സ്റ്റാൻഡേർഡിൽ കുഞ്ഞുങ്ങളെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ വർഷം 2023 ജൂൺ മാസത്തിൽ എനിക്ക് 8ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെയാണ് എനിക്ക് പഠിപ്പിക്കാനായിട്ട് അച്ഛനെന്നെ ഏൽപ്പിച്ചത്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഈശ്വരോടെ പ്രാർത്ഥിക്കുന്നൊരു മകളാവണം, എനിക്ക് ഈശോയെ അവർക്ക് പകർന്നു കൊടുക്കണം, ആത്മീയമായി അവരെ വളർത്തണം, എൻ്റെ കുഞ്ഞുങ്ങളെ പോലെ അവരെ എനിക്ക് കരുതണം. അങ്ങനെ 8 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. 8 പേരും 8 തരത്തിലുള്ള കുഞ്ഞുങ്ങളായിരുന്നു. അതിൽ 2-3 കുഞ്ഞുങ്ങൾ ഒട്ടും സഹകരണം ഇല്ലായിരുന്നു. എനിക്ക് അവരെ എങ്ങനെയെങ്കിലും ആത്മീയം വളർത്തണം, എനിക്ക് അതിനൊരു കുറച്ചുകൂടി ദൈവകൃപ കിട്ടണം എന്നോർത്ത് ആണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതുകൂടാതെ എനിക്ക് ഉടമ്പടി നിയോഗങ്ങളും ഉണ്ടായിരുന്നു. ഫസ്റ്റായിട്ട് ഞാൻ ശരിക്കും വെച്ചത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഞാൻ ദൈവകൃപയുള്ള നല്ലൊരു മകളായിട്ട് എനിക്ക് ഈശോയെ പ്രഘോഷിക്കാൻ കഴിയണം, എൻ്റെ അമ്മ മാതാവിനെ എനിക്ക് പ്രഘോഷിക്കാൻ കഴിയണം എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം തന്നെ. അത് എനിക്ക് സാധിച്ചു കിട്ടി. ഞാൻ വീട്ടിൽ ചെന്ന ഉടനെ തന്നെ നേരത്തെ ഒന്നും ഞാൻ ഇത്രയധികം പ്രാർത്ഥിക്കുമെങ്കിലും ഈശോയുടെ അടുത്താണെങ്കിലും എനിക്ക് ബൈബിൾ മൊത്തം വായിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഞാൻ ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. അത് ജോലിയെല്ലാം തീർത്ത് ചിലപ്പോൾ 10 മണിയാകുമ്പോഴായിരിക്കും ബൈബിൾ വായിക്കാൻ തുടങ്ങുന്നത്. 10 മണി കഴിഞ്ഞ് 11 മണിയായി, 12 മണിയായി, 1 മണിയായാൽ പോലും എനിക്ക് ബൈബിൾ താഴെ വയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. എനിക്ക് ഒറ്റയടിക്ക് ബൈബിൾ വായിച്ച് തീർക്കണം. എനിക്ക് എന്തോ ഒരു കഥപുസ്തകം വായിക്കുന്ന ഒരു പ്രതീതിയായിരുന്നു ബൈബിൾ വായിക്കുമ്പോൾ. ഞാൻ ഓർത്തു എനിക്ക് എന്താ സംഭവിക്കുന്നത്, ഇടയ്ക്ക് എൻ്റെ ഹസ്ബൻഡ് വഴക്ക് പറയും, നിനക്ക് പ്രഷർ കൂടും, ഉറക്കമില്ലാത്ത അവസ്ഥ വരും എന്ന് പറഞ്ഞ്. പക്ഷേ എനിക്ക് രാവിലെ ക്ഷീണമൊന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് ജോലിയില്ലായിരുന്നു. പകൽ സമയത്ത് ഞാൻ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും. അങ്ങനെ ഞാൻ ബൈബിളെല്ലാം വായിച്ചു തീർന്നു. ഈശോയോട് ഒത്തിരി അടുത്തു. ആ സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരി വളരെ മാനസികമായിട്ട് ഒത്തിരി തകർന്ന ഒരവസ്ഥയിലായിരുന്നു. അവൾക്കൊരു ഡിപ്രഷൻ പോലെ വന്നിട്ട് അവൾ ഈശോയിൽ നിന്ന് ഒത്തിരി അകന്നു. ആ സമയത്ത് ഞാൻ അവളെ ഒത്തിരി വിളിക്കുകയും അവളെ ഞാൻ നല്ല രീതിയിൽ ഈശോയിലേക്ക് അടുപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവളുടെ ആ ഒരു ആത്മഹത്യ, ഒരു മുനമ്പിൽ നിന്നിരുന്ന ആ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാൻ പറ്റി. അവൾ ശരിക്കും പിന്നെ ഒരു ജോലിക്ക് കയറി, ഇപ്പം നല്ല മിടുക്കിയായിട്ട് ജോലി ചെയ്യുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ ബൈബിൾ വായിപ്പിക്കുകയും എൻ്റെ മോനും മോളുമാണ് എനിക്കുള്ളത്. അതുകൂടാതെ എൻ്റെ മോനെയും മോളെയും തന്നെ എൻ്റെ 8 കുഞ്ഞുങ്ങളെയും, എൻ്റെ സൺഡേ സ്കൂളിലെ 8 കുഞ്ഞുങ്ങളെയും ഞാൻ ബൈബിൾ വായിപ്പിക്കുമായിരുന്നു. ഓരോ ദിവസവും ദിവസവും ഞാൻ അവിടെ അപ്ഡേറ്റ് ചെയ്ത് വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ച് അവർ വയ്ക്കണം. ഏറ്റവും കുസൃതിയായിട്ടുള്ള 2 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവരേറ്റവും നല്ല മിടുക്കരായി മാറി എന്നുള്ളതാണ് ആ വർഷത്തെ എൻ്റെ ഏറ്റവും വലിയൊരു സാക്ഷി എന്ന് പറയുന്നത്. പിന്നീട് അതുകൂടാതെ ഞാൻ വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ എനിക്ക് മടുപ്പ് തോന്നിയിരുന്നു. പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം എത്ര തവണ വിശ്വാസപ്രമാണം ചെല്ലിയാലും എനിക്കൊരു മടുപ്പ് തോന്നിയിരുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് യൂട്രസിൽ, ഞാനിവിടെ ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അതുകൂടാതെ എൻ്റെ യൂട്രസിൻ്റെ തിക്നെസ് വർദ്ധിക്കുകയും എനിക്ക് വളരെ ഭയങ്കരമായ ബ്ലീഡിങ് ഉണ്ടാവുകയും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ടാബ്ലറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞാൻ അമ്മ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒത്തിരി അസുഖമുണ്ട് മാതാവേ, എൻ്റെ തൈറോയിഡിൻ്റെ ഗ്രന്ഥി എടുത്തു കളഞ്ഞതാണ്, എനിക്ക് ഒത്തിരി വേദനകളുണ്ട്, ഒന്ന് മുട്ടുകുത്താൻ പോലും സാധിക്കത്തില്ല, എന്നെ കാണുമ്പോൾ ആർക്കും ഒരു നല്ല മിടുക്കിയായിരിക്കുന്നു, പക്ഷെ ഒത്തിരി അസുഖങ്ങളുണ്ട്. എന്നിരുന്നാലും ഞാൻ ഈശോയോട് ഞാൻ പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ ഈ അസുഖം കൂടെ എനിക്ക് തരല്ലേ, എൻ്റെ അമ്മ മാതാവേ, ഞാൻ ഇനി ടാബ്ലറ്റ് കഴിക്കില്ല. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു, ടാബ്ലറ്റ് എടുത്തില്ല. 3 മാസം കഴിഞ്ഞു, 4 മാസം കഴിഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ അടുത്ത് നമുക്ക് സ്കാൻ ചെയ്യാം, നീ ഇങ്ങനെ ഇരുന്ന് ശരിയാവത്തില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് അത് വളരെ പ്രശ്നമായി പോകും. അങ്ങനെ ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്നു, സ്കാൻ ചെയ്യുന്നു. സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടർ ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തിനാ വന്നേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഡോക്ടർ അത് ആദ്യം പോയത് വേറൊരു ഹോസ്പിറ്റലിലായിരുന്നു, രണ്ടാമത് പോയത് ഞാൻ വേറൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്കിങ്ങനെ യൂട്രസിൻ്റെ ഇത് ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു, എനിക്കത് മാറണം. അപ്പം പറഞ്ഞു ടാബ്ലറ്റ് എടുത്തിരുന്നു. ഞാൻ പറഞ്ഞു ടാബ്ലറ്റ് ഒന്നും എടുത്തില്ല ഡോക്ടറെ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഡോക്ടർ ഒരു ഹിന്ദു ഡോക്ടറാണ്. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറും വിശ്വാസം ഉണ്ടോ എന്ന് അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് മാതാവുണ്ട്, ഈശോയുണ്ട്. അങ്ങനെ മാതാവ് വഴി ഞാനിങ്ങനെ ആലപ്പുഴ ഒരു പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, അങ്ങനെ എൻ്റെ അസുഖം മാറിയതാണെന്ന് പറഞ്ഞു.
അപ്പോൾ ഡോക്ടർ ചിരിച്ചു. ഡോക്ടർ പറഞ്ഞു, വിശ്വാസം നല്ലത് തന്നെ, നിങ്ങൾ നന്നായിട്ട് പറയും. ശരിക്കും പറഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു അറിയാവുന്നത് കൊണ്ടാവാം ഡോക്ടർ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു. എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ സമയത്ത് എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. കാരണം വെച്ചാൽ ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ഈശോയെ, ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങുമ്പോൾ ഈ മാതാവിൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞോളൂ, എൻ്റെ അമ്മ മാതാവേ, എനിക്ക് ഒരു സാക്ഷ്യം പറയാൻ പറ്റണം, അമ്മ മാതാവിൻ്റെ മുന്നിൽ ഒരു സാക്ഷ്യം പറയാൻ പറ്റണം എന്നായിരുന്നു ഞാൻ. പക്ഷേ ഈ സാക്ഷ്യം പറയാനൊക്കെ ഞാൻ കുറച്ച് താമസിച്ച് പോയിട്ടോ. കാരണം വെച്ചാൽ അത് കഴിഞ്ഞ് ഹസ്ബൻഡാണ് ഉടമ്പടി എടുത്തത്. പല പ്രാവശ്യം വന്നെങ്കിലും തിരക്കും എല്ലാ കാര്യങ്ങളും കൊണ്ട് എനിക്ക് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. അത് ഞാൻ അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് കിട്ടിയ അനുഭവം എന്ന് പറയുന്നത് എനിക്ക് ജോലിയാണ്. ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും ഇടുക്കി അടിമാലി എന്ന സ്ഥലത്താണ്. ഞങ്ങളെ ട്രിവാൻഡ്രത്ത് വന്നിട്ട് 5-8 വർഷമായി. ആ സമയത്ത് 6 വർഷം ഞാൻ അവിടെ അടിമാലി പഞ്ചായത്തിൽ കോൺട്രാക്ട് വ്യവസ്ഥയിൽ ജോലി ചെയ്യുവാനും തിരുവനന്തപുരത്ത് വന്ന് കുറച്ച് ജോലി ശ്രമിച്ചെങ്കിലും ഒന്നും നടന്നില്ല. മോനും ചെറുതായിരുന്നു. അവനെ ഇട്ടിട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ആദ്യമൊന്നും പോയില്ല. പിന്നെ ഈച്ചോവറായി. എനിക്ക് ജോലി PSC എഴുതാനായിട്ട് പറ്റിയില്ല. എന്നാലും പ്രൈവറ്റ് മേഖലയിൽ ജോലി പോകുന്നതിനോട് ഒരു വിഷമമുള്ളത് കൊണ്ട് ഞാനൊരു ഗവൺമെൻറ് ജോലി ആഗ്രഹിച്ചിരുന്നു. എനിക്ക് പല പ്രാവശ്യം പലയിടത്ത് ഇൻ്റർവ്യൂവിന് പോയെങ്കിലും കിട്ടിയില്ല. വീണ്ടും 40 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിക്കലും ഒരിടത്തും നമുക്ക് ജോലി കിട്ടത്തില്ല. ആ ഒരവസ്ഥയിലായിരുന്നു എൻ്റെ. എന്നാലും ഞാൻ ഈശോയോട് പറഞ്ഞു, എനിക്ക് ദൈവഹിതമാണെങ്കിൽ എനിക്ക് ഈശോയെ പ്രഘോഷിക്കാൻ ഒരിടം വേണം. അപ്പം എനിക്ക് അങ്ങനെ ഒരു ജോലി വേണം എൻ്റെ ഈശോയെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആ സമയത്ത് എന്നാലും എൻ്റെ പ്രാർത്ഥന ജീവിതത്തിന് ഒരിക്കലും മുടക്കം വരാത്തൊരു ജോലി എനിക്ക് തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ സമയത്ത് അവിടെ തിരുവനന്തപുരത്ത് തന്നെ വളരെ ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടായ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട്, അവിടെ അപേക്ഷ ക്ഷണിക്കുകയും ഏജ് വെക്കാതെ തന്നെ അവിടെ ഒരു നോട്ടിഫിക്കേഷൻ വരികയും ഞാൻ ആ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുകയും എന്നെ അവിടെ അവർ സെലക്ട് ചെയ്യുകയും ചെയ്തു. എനിക്ക് വളരെയധികം ഭയങ്കര ഒരു ഇതായി. എനിക്കൊരിക്കലും ജോലി കിട്ടില്ല എന്ന് വിചാരിച്ചൊരു സ്ഥലത്ത് എനിക്ക് അവിടെ ജോലി കിട്ടി. അവിടെ നല്ലൊരു പോസ്റ്റിൽ തന്നെ എനിക്ക് ജോലി ലഭിക്കുകയുണ്ടായി. അവിടെ ചെന്നപ്പോൾ 6 വർഷത്തെ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഒരു കുറച്ചൊക്കെ വികസനം ഉണ്ടായ ഒരു സമയത്ത് ഞാൻ 6 വർഷത്തെ ഒരു ഇതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കിതെല്ലാം ചെയ്യാൻ പറ്റുമോ, ഇത്രയും വലിയൊരു സ്ഥാപനം, എനിക്ക് ഈ പോസ്റ്റിൽ നന്നായിട്ട് ജോലി ചെയ്യാൻ പറ്റുമോ എന്നോർത്ത് ഭയങ്കര ഒരു വിഷമം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ അമ്മ മാതാവിനെ കൂട്ടുപിടിച്ചു. അമ്മ മാതാവേ, എൻ്റെ കൂടെ വന്നിരിക്കണേ, എൻ്റെ കൂടെ സഹായിക്കണേ. ചെന്ന സമയത്ത് അവിടെ നല്ല തിരക്കായതുകൊണ്ട് ആർക്കും എനിക്കൊന്നും പറഞ്ഞു തരാനോ അവിടുത്തെ രീതികൾ പറഞ്ഞു തരാനോ ഒന്നും പറ്റുന്നില്ല. ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു, എനിക്ക് ആരുമില്ല, അമ്മ മാതാവ് തന്നെയെല്ലാം പറഞ്ഞാലും. പെട്ടെന്ന് തന്നെ ഞാൻ അതെല്ലാം അവിടുത്തെ രീതികളെല്ലാം പഠിക്കുകയും കമ്പ്യൂട്ടറിലെല്ലാം ചെയ്യാൻ പഠിക്കുകയും ഫയലിങ്ങും എല്ലാ കാര്യങ്ങളും പഠിക്കുകയും 1 മാസം കൊണ്ട് എനിക്ക് വലിയൊരു ഡ്യൂട്ടി എന്നെ ഏൽപ്പിക്കുകയും അത് ഭംഗിയായിട്ട് ഇന്ന് വരെ എനിക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്തു. അവിടെയൊക്കെ ആണെങ്കിലും ഞാൻ വളരെ സൈലൻ്റാണ്. എനിക്ക് ഈശോയെ പ്രഘോഷിക്കാൻ യാതൊരു കൂട്ടുകെട്ടിലും ഞാൻ ഇതുവരെയായിട്ടും അവിടെ ഈ 2 വർഷം ആകുന്നു ഞാനിപ്പം ജോലിക്ക് കയറിയിട്ട്. എന്നിരുന്നാൽ പോലും എല്ലാവരോടും നന്നായിട്ട് പെരുമാറുവാനും യാതൊരു കൂട്ടുകെട്ടുകളിലും മറ്റുള്ളവർ കുറ്റങ്ങൾ പറയുന്നവരെങ്കിലും ചെന്നുപെടാതെ എൻ്റെ അമ്മ മാതാവ് എന്നെ കാത്തുരക്ഷിക്കുന്നു. അതിന് ഞാൻ അമ്മ മാതാവിന് നന്ദി പറയുന്നു. പിന്നെ 3ാമത് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞങ്ങൾ താമസിക്കുന്ന വീട്, അവിടെ ഞങ്ങൾ വാടകയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നമുക്ക് പൈപ്പ് വെള്ളമുണ്ട്, കിണർ വെള്ളമുണ്ട്. ശരിക്കും പറഞ്ഞാൽ കിണർ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ആ വീട് എടുക്കാൻ തന്നെ കാരണം. ആ കിണർ വെള്ളം ഒരു തവണ നല്ല വേനൽ വന്നപ്പോൾ ഒരു മാർച്ച് മാസത്തിൽ ശരിക്കും പറഞ്ഞാൽ വെള്ളം വറ്റി. ആ സമയത്ത് എനിക്ക് ഭയങ്കര സങ്കടമായി. പൈപ്പ് വെള്ളം ഉണ്ടെങ്കിലും നമ്മൾ ഇത് ശീലിച്ചുകൊണ്ട്, കിണർ വാട്ടർ ശീലിച്ചുകൊണ്ട് എനിക്കത് വേണമെന്ന്. അപ്പം ഞാനിങ്ങനെ ഈശോയോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ഈശോയെ, വെള്ളം തീർന്നല്ലോ, ഇനി എന്താ ചെയ്യുക? ഞാൻ ഉടനെ കിണറ്റിൻ്റെ അടുത്ത് പോയി ഉടമ്പടി ഉപ്പെടുത്തിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ കിണറ്റിലിട്ട് പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് 2 ടാങ്കുണ്ട്. താഴത്തെ നിലയിൽ ടാങ്ക്, മേളത്തെ നിലയിൽ ടാങ്ക്. താഴത്തെ നിലയിലെ ടാങ്ക് പകുതി മോട്ടർ അടിക്കുമ്പോൾ പകുതി ആകുമ്പോഴേക്കും അത് മോട്ടർ നിന്ന് പോകുമായിരുന്നു. ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ ധൈര്യപൂർവ്വം വൈകിട്ടായപ്പം, ഉച്ചയ്ക്ക് ആണ് ഞാനിത് ചെയ്തത്, വൈകിട്ടായപ്പോഴേക്കും ഞാൻ മോട്ടർ അടിച്ചു, വെള്ളം നിറഞ്ഞു, മുകളിലത്തെ ടാങ്ക് നിറഞ്ഞു, വെള്ളം നിറഞ്ഞു കവിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
എന്താ സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. പിന്നീട് ഒരിക്കലും ഇത്രയും വർഷമായിട്ട് ഇപ്പം ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് പോന്നു. ടൗണിൽ കവടിയാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഞങ്ങൾ അടുത്ത് അവരുടെ വീട്ടിൽ പോകാറുണ്ട്. ആ വീട്ടിൽ അവർ പറയും ഇതുവരെയായിട്ടും ഇത്രയും വേനൽ, കടുത്ത വേനലുണ്ടായി കഴിഞ്ഞ വർഷം, എന്നിട്ട് പോലും ആ കിണറ്റിൽ വെള്ളം പറ്റിയില്ല. അങ്ങനെ ഉടമ്പടി ഉപ്പും തൈലവും ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ അസുഖങ്ങളാണെങ്കിലും എല്ലാം വരുമ്പോൾ ഞാൻ അമ്മ മാതാവിന് ഉടമ്പടി തൈലം എടുത്ത് പരട്ടും, വേദനകളപ്പം അപ്രത്യക്ഷമാവും. അങ്ങനെയായിരുന്നു എനിക്ക്. ഉടമ്പടി ഉപ്പാണെങ്കിലും ഞാൻ എപ്പോഴും എൻ്റെ കയ്യിൽ കരുതും. എനിക്കൊരു അസ്വസ്ഥത വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ടെൻഷൻ കയറും. എനിക്ക് ആരെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞാൽ പോലും എനിക്ക് പെട്ടെന്ന് ടെൻഷൻ കയറും. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞു ഉടമ്പടി ഉപ്പെടുത്തിട്ട് വായിലിടും. പെട്ടെന്ന് ചങ്കിൻ്റെ ഒരു ഭാരം ഒന്ന് ഒഴിഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. അത് ശരിയാണ്. എന്തോ ഒരു ശക്തി, എന്തോ ഒരു പവർ, ഈശോയുടെ ശക്തി ആ ഉടമ്പടി ഉപ്പിനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഒത്തിരി നിരവധിയായ അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി ഈശോ നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം ഞാൻ ഈശോയോടും അമ്മ മാതാവിനോടും നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം, നമ്മൾ ടൗൺ ഏരിയയിലാണ് താമസിക്കുന്നതുകൊണ്ട് കൂടുതൽ സ്ഥലത്തൊന്നും പോയി നമുക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഒത്തിരി പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഞങ്ങൾ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ഹോസ്പിറ്റലുകളിലൊക്കെ ഞങ്ങൾ പോയിട്ടുണ്ട്. സാധിക്കുന്ന വിധത്തിലൊക്കെ ഞങ്ങൾ അവർക്ക് ക്യാഷ് കൊടുക്കുകയും അവരോട് സംസാരിക്കുകയും ചെയ്തിട്ട്, ചില ആൾക്കാരോട് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് ചോദിക്കുക, ചിലപ്പോൾ ഞങ്ങളുടെ കയ്യിൽ വലിയ ക്യാഷ് ഇല്ലാതിരിക്കുന്ന സമയത്തായിരിക്കും. നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ഒത്തിരി ബാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളിങ്ങനെ ചെല്ലും, ഞങ്ങളുടെ കയ്യിലുള്ള പൈസ കൊടുത്താൽ. അപ്പോൾ അവർ പറയും ഞങ്ങൾക്കിപ്പം പൈസ ആവശ്യമില്ല, നിങ്ങൾ വേറെ ആർക്കെങ്കിലും കൊടുത്തോ. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് ശരിക്കും ഞാൻ ഇറങ്ങുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, എൻ്റെ ഈശോയെ അർഹതപ്പെട്ടവർക്ക് എനിക്ക് ഈ സഹായം കൊടുക്കാനായിട്ട് സാധിക്കണമെന്ന് ഞാനിപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് കൊടുക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒരുമിച്ച് പോയാട്ടോ ചെയ്യുന്നത്. അതുപോലെ ഞങ്ങൾ തെരുവോരങ്ങളിലും വഴിയോരങ്ങളിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുകയും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, പിന്നെ അതുകൂടാതെ മേടിച്ചു കൊടുക്കും. ഞങ്ങളിൽ പറ്റാവുന്ന പോലെ സഹായങ്ങൾ ചെയ്യാറുണ്ട്. ഇത്രയൊക്കെ പ്രേക്ഷിത പ്രവർത്തനമാണ് ഞങ്ങൾ ചെയ്യാറുള്ളത്. പിന്നെ പത്രം വിതരണം. പത്രം ഞങ്ങൾ പള്ളികളിലാണ് സാധാരണ കൊടുത്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഞങ്ങൾ അറിയാൻ മേലാത്ത ചെറിയ പള്ളികൾ, തിരുവനന്തപുരത്തിൻ്റെ ചെറിയ ചെറിയ പള്ളികളുണ്ട്, ആരും ശ്രദ്ധിക്കപ്പെടാത്ത പള്ളികളിൽ അവിടെ പോയി കൊടുക്കും. പലരും നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും, വളരെ സന്തോഷത്തോടുകൂടി പത്രം ചിരിച്ചുകൊണ്ട് മാതാവിൻ്റെ പത്രമാണ്, എനിക്കിങ്ങനെ അനുഗ്രഹങ്ങൾ കിട്ടിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ കൊടുത്തത്. പലരും നമ്മളോട് ചോദിക്കും എവിടെയാണ് ഈ പള്ളി എവിടെയാണ്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. ചില ആൾക്കാർ മുഖം തിരിക്കാറുണ്ട്, ഞങ്ങൾക്ക് വേണ്ടാന്ന് പറയാറുണ്ട്. അപ്പം ചിലപ്പോൾ സങ്കടം വരും. എന്താണ് ശരിക്കും ടൗണിലൊക്കെ ഞങ്ങൾ അതുകൊണ്ട് വലിയ പള്ളികളിലൊന്നും കൊടുക്കത്തില്ല, ചെറിയ പള്ളികളിലാണ് കൊടുക്കുന്നത്. ചിലർ സങ്കടം അങ്ങനെ കാണിക്കുമ്പോൾ സങ്കടം, എന്നാലും അത് ഈശോനെ ഏൽപ്പിച്ചിട്ട് അത് അവർക്ക് ചിലപ്പം ആരുടെ വഴിയാണെങ്കിലും അവരെങ്ങനെയെങ്കിലും അമ്മ മാതാവിൻ്റെ അടുക്കൽ എത്തുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അങ്ങനെ ആ സങ്കടം വെച്ചുകൊണ്ടിരിക്കത്തില്ല, ഈശോനെ സമർപ്പിക്കും. ഈ സാക്ഷ്യമാണ്, ഇത്രയും സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ മാവേലിക്കര ജില്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് അമ്പിളി മുരളി എന്നാണ്. ഞാനൊരു ഹിന്ദു സമുദായത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഹസ്ബൻഡ് 2021 മെയ് 16 കോവിഡ് ബാധിച്ച് ഡൽഹി വെച്ച് മരിച്ചു. ഞങ്ങൾ വാടക വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. 2 പെൺകുഞ്ഞുങ്ങളുമായിരുന്നു. പിന്നെ എന്തോ ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ നിന്നപ്പോഴാണ് ഡൽഹി മലയാളി അസോസിയേഷനിൽ ഞങ്ങൾക്ക് വസ്തുവില്ലായിരുന്നു, വീടുമില്ല, ഒന്നുമില്ലായിരുന്നു. അവർ ചേർന്ന് ഞങ്ങൾക്ക് വസ്തു 5 ലക്ഷം രൂപ അവിടുന്ന് സഹായം തന്നു. അങ്ങനെ വസ്തു 11.5 ലക്ഷം രൂപ എടുത്ത് വസ്തുവും മേടിച്ചു. ബാക്കി പൈസ ഇതുപോലെ ഓരോരുത്തർ സഹായിച്ച് അങ്ങനെ വസ്തുവും മേടിച്ചു. അത് കഴിഞ്ഞ് വീടിന് വേണ്ടി പഞ്ചായത്ത് തോറും കയറി ഇറങ്ങി കളക്ട്രേറ്റ് വരെ പോയിട്ട് ഞങ്ങൾക്ക് വീടായിട്ടില്ലായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ നമ്പർ പുറകിൽ കിടക്കുക, നിങ്ങൾക്ക് ഇപ്പോഴേ ഇല്ലെന്നും പറഞ്ഞ് കളക്ട്രേറ്റിൽ നിന്ന് വരെ ഞങ്ങളെ പറഞ്ഞു വിട്ടു. അങ്ങനെ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുവാണ്. അവിടുത്തെ സാറിൻ്റെ മോള് അസംഷൻ കോളേജിലാണ് പഠിക്കുന്നത്, ചങ്ങനാശ്ശേരി. അപ്പോൾ അവർ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻകാർ 10 വീട് അവർക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എന്നോട് പറഞ്ഞു, ആൻറ്റി ഒരു അപേക്ഷ വെക്ക്, ആൻറ്റിയുടെ സ്വീകരിക്കുമോ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് തന്നെ
ഇനി ഇതുപോലൊരു അപേക്ഷ വെക്കാൻ പറഞ്ഞ് വെച്ചു. എന്നെ പിറ്റേ ദിവസം ആ കോളേജിലെ മിസ്സ് വിളിക്കുവാണേ, അമ്പിളി മുരളിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വീടിൻ്റെ അപേക്ഷ വെച്ചിട്ടുണ്ട്, അത് നിങ്ങളുടെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് എല്ലാ ഡോക്യുമെൻറ്റുമായിട്ട് ചങ്ങനാശ്ശേരി അസംഷൻ കോളേജിൽ വരണമെന്ന് പറഞ്ഞു. ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ചെന്ന് അവിടെ ആ ഡോക്യുമെൻ്റ് എല്ലാം കൊണ്ട് കൊടുത്ത് തിരിച്ചു പോന്നു. 3 മാസമായിട്ട് ഒരു വിളി അവിടെ നിന്നുണ്ടായില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി അന്ന് തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രമാണവും അതും ഇതുമെല്ലാമായിട്ട് വീണ്ടും വരണം, നിങ്ങളുടെ വീട് പണി ഉടനെ തന്നെ പൂർത്തീകരിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. 4 ലക്ഷം രൂപയെ അവർ തരത്തുള്ളൂ. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ 5 പൈസ പോലും എടുക്കാനില്ലാതെ ഞാനും എൻ്റെ കുഞ്ഞും ഇങ്ങനെ വിഷമിക്കുക. അവൾ ആദ്യം വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നത്. അവളാണ് എന്നോട് പറഞ്ഞ, അമ്മ ഇതുപോലൊരു കൃപാസനം പള്ളിയുണ്ട്, ഞാൻ പോയി ഒന്ന് ഉടമ്പടി എടുക്കാം, നമുക്ക് വീടിൻ്റെ കാര്യം എന്തെങ്കിലും ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ പത്തനംതിട്ടയിൽ അവൾ പഠിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഒരു കൂട്ടുകാരി രഞ്ജു എന്ന് പറഞ്ഞ കുട്ടിയാണ് അവളോട് പറഞ്ഞത്, എടി നീ ആ പള്ളിയിൽ പോയി ഒന്ന് ഉടമ്പടി എടുക്കാം, നിങ്ങൾക്ക് വീടാകുമെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഇവളെ കളിയാക്കി, നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലയോ, നമ്മൾ ഈ ഹിന്ദു സമുദായത്തിൽ നിന്ന് നമ്മളങ്ങനെ പള്ളിയിലൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞപ്പം അവൾ എന്നോട് പറഞ്ഞു, അമ്മ വരണ്ട ഞാൻ പൊക്കോളാം എന്നും പറഞ്ഞ് അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഇവൾ പ്രാർത്ഥിക്കുന്ന കേട്ടപ്പോൾ എനിക്കും ഒരു മനസ്സിന് എന്തോ ഒരു ഇതുപോലെ തോന്നിയിട്ട് ഞാൻ പറഞ്ഞു, എന്നാൽ ഞാനും കൂടെ നിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞെടി എന്നാൽ എന്നെ കൂടെ ഒന്ന് പള്ളിയിൽ കൊണ്ടുപോകാം, എനിക്കൊരാഗ്രഹമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നതും എൻ്റെ വീടിൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നതും. പിന്നെ ഈ 4 ലക്ഷം രൂപ കൊണ്ട് വീട് വെക്കാൻ പറ്റത്തില്ലല്ലോ. എൻ്റെ ഹസ്ബൻഡ് ഡൽഹി കിടന്ന് മരിച്ചപ്പം അമേരിക്കയിൽ നിന്ന് എൻ്റെ റീനയെന്ന് പറഞ്ഞ ഒരാൾ എന്നെ സഹായിക്കുന്നുണ്ടായിരുന്നു. പുള്ളിക്കാരിയോട് ഞാനിത് പറഞ്ഞ്, റീന ഇതുപോലെ വീടിൻ്റെ കാര്യമല്ല വായി, അവർ 4 ലക്ഷം രൂപയെ തരത്തുള്ളൂ, പിന്നെ എന്തോ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലെന്നും പറഞ്ഞ് ഞാനിങ്ങനെ വിഷമിച്ച് ഇവിടെ വന്നൊരു ദിവസം ഞാൻ ഉടമ്പടി പുതുക്കി ഞാനങ്ങ് പ്രാർത്ഥിക്കുമോ ഇവിടെ അമ്മ മാതാവിൻ്റെ തിരുമുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിച്ചേച്ച് ഞാൻ പോയി. റീന എന്നോട് പറഞ്ഞു, അമ്പിളി ഒന്നും വിഷമിക്കണ്ട, വീട് പണിയെല്ലാം നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ആദ്യം 1 ലക്ഷം രൂപയാണ് പുള്ളിക്കാരി ഇടുന്നത്. എന്നോട് പറഞ്ഞു, അക്കൗണ്ട് ഒന്ന് നോക്കണേ അമ്പിളി എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ സത്യമാണ്, 1 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഈ കോൺട്രാക്ടർക്ക് കൊടുത്തപ്പം പുള്ളി 8,60,000 രൂപ എഗ്രിമെൻറ്റ് വെച്ചേക്കുന്നത്. ബാക്കി പൈസ എങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞാൽ അത് കൊടുത്ത് റീന ഇനി ഇങ്ങനെ നടക്കുമോ പണിയെന്ന് പറഞ്ഞു. അപ്പം അമേരിക്കയിൽ നിന്ന് ഒരാൾ എന്നെ വിളിക്കുവാണ്. പുള്ളിക്കാരി കൊടുത്ത നമ്പരാണ്. എന്നോട് ചോദിച്ചു അമ്പിളിയാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അതേന്ന് പറഞ്ഞു. അക്കൗണ്ട് നമ്പർ എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ അക്കൗണ്ട് നമ്പർ കൊടുത്ത് ഞാൻ എൻ്റെ ഫോണൊന്ന് ചുമ്മാ നോക്കിയുള്ളൂ. നോക്കിയപ്പോൾ 2 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ വന്നേക്കുന്നത്. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഞാനെന്തായാലും പറഞ്ഞു, എൻ്റെ മാതാവേ എന്തു ഈ കളി. അത് കഴിഞ്ഞപ്പം ബാക്കി 1 ലക്ഷം രൂപയും കൂടെ വേണം. അപ്പോഴും ഈ റീന എന്നെ വിളിക്കുന്നുണ്ട്, എന്തുവാ ഈ അമ്പിളി പണി. ഞാൻ പറഞ്ഞ് നടക്കുന്ന റീന ടൈലിൻ്റെ പണി ചെയ്യണമെന്നുണ്ട്, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ പൈസ ഇല്ലാത്തതുകൊണ്ട് നിർത്തി വെച്ചു. സാരമില്ല അമ്പിളി ഒന്നും വിഷമിക്കേണ്ടെന്ന്. 1,60,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ പിന്നെ ഇട്ടു തന്നു. അങ്ങനെ എൻ്റെ വീട് പണിയെല്ലാം പൂർത്തിയായി. പിന്നെ ഞാൻ ഇവിടെ പറയരുതെന്ന് പറഞ്ഞു, എൻ്റെ മോളുടെ ഒരു ജോലിക്കാരി അവൾ വന്നിട്ടേ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. എങ്കിലും ഞാൻ പറയുവാണ്, മോൾക്ക് ജോലിയൊന്നും ഇല്ലാതെ ഇങ്ങനെ നിന്ന് വിഷമിച്ച കൂട്ടത്തിൽ അവിടെ ഒരു കൂട്ടുകാരി വിളിച്ചിട്ട് പറഞ്ഞു, അബുദാബിയിൽ സ്കൂളിൽ ഇവൾ ടീച്ചറാണ്, ഇവിടെ സ്കൂളിലൊക്കെ നോക്കിയിട്ടൊന്നും ആയില്ല, നീ കയറി വാ നിനക്ക് ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അവൾ കയറിപ്പോയി. വിസിറ്റിങ്ങിനാണ് പോയത്. അവിടെ ചെന്ന് വിസിറ്റിങ് തീരാവുന്ന അന്ന് വരെ അവൾക്ക് ജോലിയുടെ ഒന്നും ആയില്ല. ഞാൻ അന്നേരം പറഞ്ഞു, എൻ്റെ മാതാവേ എൻ്റെ കുഞ്ഞിന് ജോലിയാവണേ, ഞാൻ 2 മുത്തുക്കുട മേടിച്ച് ഞാൻ മാതാവിന് കൊണ്ട് കൊടുക്കാവേ എന്ന് പറഞ്ഞു. അന്ന് തന്നെ അവൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എന്നെ വിളിച്ച് സ്കൂളിൽ നിന്ന് ഞാൻ ജോലിക്ക് കയറുക, അമ്മയൊന്നും വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അവിടെ ആദ്യത്തെ ശമ്പളത്തിന് ഞാൻ മുത്തുക്കുട മേടിച്ച് വീട്ടിൽ വെച്ച കഴിഞ്ഞാൽ എനിക്ക് ഇന്നാണ് വരാൻ പറ്റി. പക്ഷേ ഇന്ന് ഞാൻ മുത്തുക്കുടയായിട്ടാണ് ഞാനിവിടെ വന്നത്. അങ്ങനെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ. എൻ്റെ കാലിൻ്റെ വേദനയാണ്, എനിക്ക് കാല് കുത്തി എനിക്ക് കടയിൽ ജോലി ചെയ്യാൻ വയ്യായിരുന്നു. അങ്ങനെ ഒത്തിരി ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിട്ടൊന്നും കാലിന് വേദന മാറുന്നില്ല. എനിക്ക് മുട്ടുകുത്തി നിന്നിങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ഇവിടുത്തെ ആ തൈലം പുരട്ടി എൻ്റെ കാലിന് വേദന ഇപ്പം മാറി, എനിക്ക് കാല് കുത്തി എനിക്ക് നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ കുത്തി നിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പം മറ്റേ കസേരയിലിരുന്നേ ഞാൻ പ്രാർത്ഥിക്കത്തുള്ളായിരുന്നു, എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. അത് പോയിട്ട് ഞാനിപ്പം മുട്ടുകുത്തി തന്നെ നിന്നാ മാതാവിനെ പ്രാർത്ഥിക്കുന്നത്. ഞാൻ രാത്രി കടയിൽ നിന്ന് വന്നാലും ശരി, ഞാൻ കുളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആഹാരം കഴിക്കത്തുള്ളൂ. വെളുപ്പിനെ അതുപോലെ തന്നെ 5:30 എണ്ണീറ്റ് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ കൊച്ചു മോക്ക് വരെ എനിക്ക് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പറയാം, അമ്മൂമ്മേ തൈലം തേച്ചതെന്ന് പറയും. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവൾക്കും ഇതുവരെയും വലിയ അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. 2.5 വയസ്സുള്ള കുഞ്ഞാണ്. എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ പറയാം, അമ്മൂമ്മേ തൈലം തേക്കെന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും എൻ്റെ അടുത്ത് വരും. അതുപോലെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം ഇവിടുന്ന് കൊണ്ടുപോയി തിരുവല്ല ഗവൺമെൻറ് ആശുപത്രിയിലും പുഷ്പഗിരിയിലും എല്ലാം കൊണ്ടുപോയി രോഗികളെ കണ്ട് അവരോട് ഈ കാര്യങ്ങൾ മാതാവിൻ്റെ കാര്യം എല്ലാം പറഞ്ഞ് ഞാൻ അവരോട് പ്രാർത്ഥിച്ച് അങ്ങനെ കൊടുക്കാറുണ്ട്. കാരുണ്യ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് 2
2-3 ക്യാൻസർ രോഗികളുണ്ട്. അപ്പോൾ ഈ അബുദാബി പ്രവാസി സംഘം അവർക്ക് കിറ്റ് കൊടുക്കുന്നുണ്ട്. ഞാൻ അവർ പോലും അറിയാതെ അവരുടെ പേരെല്ലാം എഴുതി അവരുടെ വാട്സപ്പിൽ ഇട്ട് കൊടുത്തിട്ട് ഇവരെ ഫോൺ നമ്പരും കൊടുത്ത് വിളിപ്പിച്ച് അവർക്ക് ഒരു കിറ്റ് 2500 രൂപയുടെ അരി സാധനങ്ങളും എല്ലാം അത് 3-4 പേർക്ക് എൻ്റെ ഒരു ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഈ ഒരു ഇത് പറയാൻ ഞാൻ എന്നും പറയും, അച്ഛൻ പറയുന്ന പോലെ നിങ്ങൾ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണേന്ന് മാത്രമേ പറയാവൂ. സത്യം ഞാൻ എന്നും പറയും, എൻ്റെ മാതാവേ എന്നെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണേ, എനിക്കിവിടെ വന്ന് എനിക്കൊന്ന് സാക്ഷ്യം പറയണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതിന്ന് എനിക്ക് സാധിച്ചു തന്നെ. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1 കോടി നന്ദി.